ടീച്ചറുടെ ദീർഘമായ ജീവിതയാത്രയിലുടനീളം ഈശ്വരൻ ടീച്ചറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമാണെന്നേ പറയാൻ ഒക്കുള്ളൂ. എന്നുവെച്ചാൽ ഒരുപാട് വിശ്വാസമുള്ളൊരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ചില മാനസികമായിട്ടുള്ള ചില ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും ഒരു അനുഭൂതി എന്ന് പറയാനുള്ളതൊന്നും എനിക്കില്ല. ഒരു ശക്തി, സ്വയം ഒരു ശക്തി ആർജിക്കാൻ മറ്റൊരു ശക്തിയുടെ അനുഗ്രഹം വേണം എന്ന് സാധാരണ മനുഷ്യന് തോന്നാറില്ല. അങ്ങനെ ഒരു തോന്നൽ? അങ്ങനെയൊക്കെ തോന്നാറുണ്ട്, തീർച്ചയായിട്ടും. ടീച്ചർ സാധാരണ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള? ഉണ്ട്. പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള പ്രാർത്ഥനയല്ല, എനിക്കിത് സാധിക്കണേ അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല. സാധാരണഗതിയിൽ നമ്മുടെ ഹിന്ദു ഗ്രഹങ്ങൾ ചെയ്യുന്ന പോലെ ജപിക്കും, സ്തോത്രങ്ങൾ ചിലതൊക്കെ ചൊല്ലുകയോ പഠിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്താണ് ഈ സ്വാമി വിവേകാനന്ദനുമൊക്കെ രാമകൃഷ്ണദേവനുമൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിൽ കവിഞ്ഞ് പ്രാർത്ഥന എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ക്രൈസിസ് വരുമ്പോൾ, വീട്ടിലാർക്കെങ്കിലും സുഖമില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു വിഷമത്തിന് ഫേസ് ചെയ്യുമ്പോൾ ദൈവമേ രക്ഷിക്കണേ, ഇതിൽ നിന്ന് കടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് അപ്പോഴത്തെ ഒരു മാനസികമായൊരു സമ്മർദ്ദം കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതിന് ഞാൻ പ്രാർത്ഥന എന്ന് പറയില്ല, നമ്മുടെ ഒരു ഹെൽപ്ലെസ്നെസ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയാം. പക്ഷേ ജപം തുടങ്ങിയ ശീലങ്ങൾ ഏത് ഹൈന്ദവ ഗ്രഹത്തിലും ഉള്ളതുപോലെ എൻ്റെ വീട്ടിലും ഉണ്ട്, എനിക്കും അതിൻ്റെ ഒരു പങ്കുണ്ട്. അത് കവിഞ്ഞൊന്നും ഞാൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്നില്ല. ഈ ദീർഘമായ ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും ഈശ്വരൻ എന്നെ കൈവിട്ടു എന്ന് ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടോ? എന്നെ മാത്രമല്ല, സകല ആളെയും കൈവിട്ടെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അതൊരു വിശ്വാസപരമായ ചാഞ്ചല്യമായിരിക്കാം. എന്താണ് അങ്ങനെ തോന്നാനുള്ള ഒന്നോ രണ്ടോ അനുഭവങ്ങൾ ടീച്ചർക്ക്? അനുഭവങ്ങൾ വെച്ചിട്ടില്ല. ചരിത്രത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് ഒരു മിഥ്യയാണെന്ന് തോന്നും. ഇപ്പോൾ ഒരു ഡയറക്ഷൻ ഇല്ലാത്തൊരു പോക്ക് കാണുമ്പോൾ ഇത് സ്പിരിച്വൽ പ്രോഗ്രസ് ആണെന്നോ മോറൽ പ്രോഗ്രസ് ആണെന്നോ ഒക്കെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ദൈവമേ ഈ സ്പീഷീസിനെ ഉണ്ടാക്കിയിട്ട് അപ്പോഴേ വിട്ടുകളഞ്ഞതുപോലെ ഉണ്ടല്ലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്, ദ ക്രിമിനൽ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. ചരിത്രമുണ്ടായ കാലം തൊട്ട് രണ്ടാം ലോക മഹായുദ്ധം വരെ മനുഷ്യൻ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ ചരിത്രമാണ്. അത് വായിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കണമെന്ന് തോന്നുന്നില്ല. ആ പുസ്തകം ഞാൻ നന്നായിട്ട് വായിച്ചിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറേ ദിവസം പിടിച്ചു. അപ്പോൾ മനുഷ്യനെ പറ്റിയുള്ള ഒരു വിശ്വാസം കൊണ്ട് നശിക്കും. എന്തും ചെയ്യുന്നതാണ്, ഇൻഡിവിജ്വൽസ് ആയാലും ശരി, സൊസൈറ്റീസ് ആയാലും ശരി. അപ്പോൾ ഇതിൽ ദൈവികത്വം എവിടെ, ആത്മീയത എവിടെ? ഇത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അതായത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഇരുണ്ട വശം വായിക്കുമ്പോൾ ആ വിശ്വാസം എനിക്ക് വല്ലാതെ ഉലഞ്ഞിട്ടുണ്ട്. എന്നാലും മനസ്സിന് പ്രയാസം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ശീലം വളരെ ആഴമുള്ളതായതുകൊണ്ട് തിരുവാറന്മുളയപ്പാന്ന് വിളിക്കും, ദൈവമേ എന്ന് വിളിക്കും. അതെ, അതേസമയം തന്നെ നന്മയുടെ കാണപ്പെട്ട രൂപങ്ങളായ ഒട്ടനവധി മനുഷ്യരുടെ ചരിത്രവും നമ്മുടെ മറുഭാഗത്തുണ്ടല്ലോ. അതുമായി തുലനം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഭീകരമായിരുന്നു മനുഷ്യൻ്റെ ഈ അക്രമങ്ങളെന്നാണ് ഇംഗ്ലീഷിലൊരു കവി പറഞ്ഞിട്ടുണ്ട്, ഗുഡ് സ്ട്രഗിൾസ് ബട്ട് ഈവിൾ റെയിൻസ്. നന്മ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ദുഷ്ടതയാണ് ഭരിക്കുന്നതെന്ന് പറയും. അത് കലികാലമായിട്ടായിരിക്കാം, എന്താണെന്നറിയില്ല. ദുഷ്ടതയുടെ ഒരു വേലിയേറ്റം കാണുന്നുണ്ട്. എന്നാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ഒരുപാട് നല്ല മനുഷ്യരുണ്ടെന്നുള്ളത് ഓർമ്മിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും എനിക്കൊരു പരിശീലനം കിട്ടിയിട്ടുണ്ട്. അതെപ്പോഴും പ്രയോജനപ്പെടുന്നുമുണ്ട്. എൻ്റെ ഔട്ട്ലുക്ക് അത്ര നിരാശ നിറഞ്ഞല്ല. ചില ഘട്ടങ്ങളിൽ മാത്രം പിടിക്കാനുള്ള ഒരു കമ്പാണ്, ഒരു ശിഖരമാണ് ഈശ്വര ചിന്തയെന്ന് ടീച്ചർക്ക് തോന്നിയിട്ടില്ല? ഇല്ല, തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏത് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന സമസ്യകൾക്ക് ഉത്തരമാകുമോ ആ അറിവാണ് ഈശ്വരൻ. ആ അറിവ് കിട്ടാനായിട്ട് ശ്രമിക്കണം. അതെൻ്റെ ശ്രമം ഏതാണ്ട് ഒരു മുടന്തുകാലുള്ളവർ നടക്കുന്ന പോലെയുള്ളൂ. പക്ഷേ ആ അറിവ് എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നു. ജ്ഞാനം അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ അൾട്ടിമേറ്റ് റിഡംഷൻ പെർഹാപ്സ് എന്നെനിക്കൊരു തോന്നലുണ്ട്. പക്ഷേ അത് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ.
അല്ല, ആ വിശ്വാസവും ഈശ്വര ചിന്തയും വേറിട്ട് നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണെന്ന് ടീച്ചർക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് ഫിലോസോഫിക്കലൊക്കെ ആയിട്ടൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ വിഷമമാണ്. പറയണമല്ലോ, കാരണം ഇത്ര ദീർഘമായ അധ്യാപക ജീവിതം, ഒരു വലിയ വിസ്തൃതമായ ശിഷ്യ സമൂഹം, അവർക്ക് ഇത്രയും കാലം അവർക്ക് പിന്നെ വിവരം ജ്ഞാനം പറഞ്ഞു കൊടുത്ത അധ്യാപിക എന്ന നിലയിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഈ ജ്ഞാനം സത്യം എന്നൊക്കെ പറഞ്ഞ അമൂർത്തമായ ആശയങ്ങളുണ്ടല്ലോ, ആ അമൂർത്തമായ ആശയങ്ങളായിരിക്കാം ആത്യന്തികമായിട്ട് ശരിയായിട്ടുള്ളത്. പക്ഷേ നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ ഇഷ്ടദേവനെയോ ഇഷ്ടദേവിയോ ആശ്രയിച്ചിട്ടാണ്. ഇത് രണ്ടും തമ്മിൽ നല്ലവണ്ണം പൊരുത്തപ്പെടുമെന്നുള്ളതും എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ശരിക്കും ഇഷ്ടദേവനെ ഉപാസിക്കുകയാണെങ്കിൽ ആ ഉപാസന നമ്മളെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ഒരു 10 അടിയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകും. എന്തോ തെളിവൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ജന്മങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഉത്തരങ്ങൾ കിട്ടാനൊന്നും ഒരു ധൃതിയില്ല. പതുക്കെ കിട്ടിയാൽ മതി. ഇപ്പോൾ ഈ ജന്മത്തിൽ കിടന്ന് പെടഞ്ഞ് എന്തെങ്കിലും കാര്യം ഇപ്പോൾ സാധിച്ചു കളയാമെന്ന് എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല. ഗിവ് ടൈം ടു മൈസെൽഫ്. അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ചിലപ്പോൾ വലിയ സങ്കടങ്ങൾ വന്നു വന്നിരിക്കും, ചിലപ്പോൾ സന്തോഷങ്ങളായിരിക്കും, ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ വന്ന അറിവിൻ്റെ പാതയിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും അറിവിൻ്റെ പാത എന്ന് പറയുന്നത് എപ്പോഴും ഫാസിനേറ്റിംഗ് ആണ്. അത് ലൗകികമായ അറിവ്, ഇപ്പോൾ സാഹിത്യപരമായിട്ടായാലും ചരിത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടാണെങ്കിലും സയൻറ്റിഫിക് ഏതറിവും ഫാസിനേറ്റിംഗ് ആണ്. ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളത് ആത്മീയമായ അറിവാണ്. അപ്പോൾ ഏത് തരം അറിവും ഈ തേടിപ്പോവുകയും ചിലപ്പോൾ വലിയ അറിവ്, കൊച്ചറിവിൻ്റെ ആകർഷണത്തിൽ വലിയ അറിവിനെ വിട്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് ടീച്ചർ പൂർണ്ണമായ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ? എവിടെ നിന്ന് വന്നാലും എങ്ങോട്ട് പോയാലും എനിക്കതിനെപ്പറ്റി ഭയമേ ഇല്ല. ഈ ചോദ്യത്തിന് ടീച്ചറുടെ ദീർഘമായ ജീവിതത്തിനിടയിൽ ഉത്തരം കണ്ടെത്തി? എനിക്ക് ഉത്തരമില്ല. ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല. ഐ ലീവ് ഇറ്റ് ടു തിങ്സ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ ലോകത്തിൻ്റെ മിസ്റ്ററി ഇപ്പോൾ അങ്ങോട്ട് പിന്നെ അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ഞാൻ എവിടെ നിന്ന് വന്നാലും ശരി, എങ്ങോട്ട് പോയാലും ശരി, ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു ചെറിയ ഒരണു അത് എവിടുന്ന് വന്നു എവിടുന്ന് പോകുന്നു എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് അൺഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്കതിനെപ്പറ്റി വലിയ വിഷമമൊന്നുമില്ല. പിന്നെ എൻ്റെ ചിന്തകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ തോന്നലുകൾ ഇവ എനിക്ക് പ്രധാനമായിരിക്കും. അവയുടെ വഴിക്ക് അവയ്ക്കൊരു പാറ്റേൺ വരുന്നുണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ വിടുന്നു. ഈ ജന്മത്തിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒരു ക്ലിയറർ പാറ്റേൺ അടുത്ത ജന്മത്തിൽ വരുമായിരിക്കാം. ബട്ട് ഐ എം നോട്ട് വറീഡ്.